ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ കുമളിയിൽ ഒരു 4 മണിയായപ്പോൾ എത്തി കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഹോം സ്റ്റേ ആയിരുന്നു. അപ്പോൾ അവിടെ റൂമിൽ വന്നു. പിന്നെ അറിയാലോ, നല്ല ക്ഷീണമായിരുന്നു. പിന്നെ നേരത്തെ കിടന്നു ഉറങ്ങി, ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങി. നല്ല സുഖമായിട്ട് ഉറങ്ങി. കൊടൈക്കനാൽ 2 ദിവസം അത്ര ഉറക്കം പോരായിരുന്നു, ശരിയായില്ല, തണുപ്പ് കാരണം. നല്ല കാറ്റൊക്കെ ആയിരുന്നു രാത്രി, നല്ല തണുപ്പും. അപ്പം ഇന്നലെ നല്ല സുഖമായിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ 7:15 പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഒരു ജീപ്പ് സഫാരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ അവർ കവർ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് 8 മണിയാകുമ്പോൾ വരും. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുക. നല്ല കൊടൈക്കനാലിൽ അത്രയില്ലെങ്കിലും അത്യാവശ്യം ചെറിയൊരു തണുപ്പ് ഒക്കെ ഉള്ള നല്ല കാലാവസ്ഥ കേട്ടോ. അപ്പോൾ റോസി ഇവിടെ പേടിച്ചിരിക്കും. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് റോസിക്ക് ഭയങ്കര പേടി. അപ്പോൾ അവളെ കൂട്ടിനകത്ത് ഇട്ടിട്ട് വേണം പോവാൻ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാം, അത് കഴിഞ്ഞിട്ട് പോവാം. ഇത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഏരിയ ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. മുളയാണെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ, റോസിനെ പോലത്തെ ഒരു പട്ടിയുണ്ട്. അതിനെ കണ്ടിട്ട് രണ്ടുപേരും കൂടെ കുരയായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് യാത്രയ്ക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ജീപ്പ് വന്നിട്ടുണ്ട്, നമ്മൾ ജീപ്പിൽ കയറി ഇപ്പോൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ട് വരാം. നമ്മുടെ ഡ്രൈവർ ഒരു തമിഴനായിരുന്നു കേട്ടോ. തമിഴാണെങ്കിലും മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, നല്ല രസമുണ്ട് സംസാരമൊക്കെ കേൾക്കാൻ. അപ്പോൾ പുള്ളി ആദ്യം നമ്മളെ കൊണ്ടുപോയത് എലിഫൻറ്റ് സഫാരി നടത്തുന്ന ഏരിയയിലോട്ടാണ്. അപ്പോൾ നമുക്ക് പക്ഷേ വലിയ താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് പിള്ളേരെ കയറ്റിക്കഴിഞ്ഞാൽ എനിക്ക് അതിനേക്കാളും ടെൻഷനാണ്. അപ്പോൾ മാത്രമല്ല ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ പോകാനുള്ള സ്ഥലത്തെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം നമ്മുടെ കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് ഒരു സ്പൈസ് ഗാർഡനാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. മോന്റെ പേരോ? നല്ലോണം പറഞ്ഞേ. ക്ലിയർ ആയിട്ട് പറഞ്ഞു. അങ്കിള് കൂട്ടുകാരനായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. ഓക്കെ. അപ്പം തിരുവനന്തപുരത്ത് എവിടെയാണ്? കൊഴുപ്പിനെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ അലിയിച്ച് കളഞ്ഞ് വയറും ശരീരവും ഒന്ന് സ്ലിം ആകാൻ ഒതുക്കാനും ബോഡി മെറ്റബോളിസം സ്റ്റെബിലൈസ് ചെയ്ത് തൊലിയൊക്കെ നല്ല ടൈറ്റ് ചെയ്യും. ഇതാണ് നീലക്കൊടുവേലി കേട്ടോ, നമ്മുടെ ആട് സിനിമയിലെ. അങ്ങനെ നമ്മൾ സ്പൈസ് ഗാർഡൻ കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു 3/4 മണിക്കൂർ എടുത്തു കേട്ടോ. അപ്പോൾ അവിടുന്ന് അത്രയും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് അങ്ങ് കൂടും. അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ നാട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്കും അച്ഛനും മദറിൻലോയ്ക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈലം, അങ്ങനെയുള്ള ഡയബറ്റിക്സ്, അതിൻ്റെ കുറച്ച് മെഡിസിൻ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. എങ്ങോട്ടാണെന്ന് അറിയില്ല, പുള്ളിക്ക് അറിയും. പുള്ളി പോണ വഴി കൂടെ നമ്മളും പോകുന്നു. നമ്മളിപ്പോൾ ഇവിടെ അടുത്തൊരു റിവർ
ആ റിവറിൻ്റെ സൈഡിൽ നിന്നൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ടോ. നല്ല രസമുണ്ട്. ശ്രദ്ധിച്ചു അടക്ക്. അടിപൊളി. അവനെ വിളിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുപ്പിക്കരുത്. രസമുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റും തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാമെന്ന് വെച്ചു കേട്ടോ. നല്ല സ്ഥലമാണ്, നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ. പക്ഷെ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മൊത്തം കവർ ചെയ്ത് വരുന്നിട്ട് നമുക്ക് തിരിച്ച് പോകേണ്ടതാണല്ലോ. അതുകൊണ്ട് നമ്മളധികം നിന്നില്ല. ഒരു 20-25 മിനിറ്റ് അത്രേ നിന്നുള്ളൂ. അതിനുശേഷം നമുക്കിനി അടുത്തടുത്തോട്ട് പോവാം. നല്ല വ്യൂ, നല്ല വീഴൊന്നുമില്ല. രസം ഇങ്ങോട്ട് വന്നു. വയറത് കുലുക്കി. മുറുകെ പിടിച്ചവന് വല്ല തല്ല എവിടെയെങ്കിലും അടിക്കും. അവൻ അവൻ്റെ അമ്മച്ചെ വിളിച്ചു, ഞാൻ എൻ്റെ അമ്മച്ചെ വിളിച്ചു. അമ്മ അങ്ങനെ നമ്മളിവിടെ എത്തി ഗൈസ്. നമ്മളങ്ങനെ അവിടെ ആദ്യത്തെ പോയിന്റിലെത്തി കേട്ടോ. അവിടെ 2-3 കടകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഞങ്ങളൊരു പൂച്ച പരിചയപ്പെടും കേട്ടോ. അത് നല്ല കറുത്ത പൂച്ച, നിറയെ രോമമൊക്കെ ആയിട്ട്. അതാണ് ചെവിക്കകത്ത് നിന്ന് ഇങ്ങനെ രോമം ഇങ്ങനെ വെളിയിലോട്ട് കിടപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പക്ഷേ കാട്ടുപൂച്ചയാണ്. അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ ഇതില്ലേ, ചെവിക്കകത്ത് നിന്നൊക്കെ ഇങ്ങനെ രോമം കളിച്ചിറങ്ങി. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. തലേൻ്റെ സൈഡിൽ കൂടെ മതി, ഒരുപാട് മതി. കയ്യിലൊക്കെ രോമാവും. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് കിട്ടും. വേണ്ട, നല്ല മണം. കാണാവോ സു? താഴെ ഇറങ്ങിട്ട് വരാം.
അവിടേക്ക് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറയുന്നത് കേട്ടോ. അവിടെ അങ്ങോട്ട് നോ എൻട്രി കൊടുത്തിട്ടുണ്ട്. ഓ അടിപൊളി വിനു. അയക്കുന്നുണ്ടോ? വാവ്. സ്വന്തമായി ബീജിയം. പിങ്ക് കഴിച്ചാ നോക്കി ഓറഞ്ച് ചക്ക വീട് മുയല് ചത്ത്. അങ്ങനെ നമ്മൾ അടുത്ത പോയിന്റിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, ഷോപ്പുണ്ട്, അത്യാവശ്യം വെള്ളം കുടിക്കാൻ പ്രശ്നമൊന്നുമില്ല. നല്ല സ്ഥലമാണ് കേട്ടോ. കുറച്ച് നേരം നമുക്ക് അധികം സ്പെൻഡ് ചെയ്യാനൊക്കെ അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ ഈ ജീപ്പ് സഫാരി. പറയാണ്ടിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആൺകുട്ടികളായതുകൊണ്ട് അവന്മാർ ശരിക്കും എൻജോയ് ചെയ്തു ഇത്. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഒരു ടൂറിൻ്റെ ഒരു വൈബ് വന്നത് അപ്പോഴാണ് ശരിക്കും. മാത്രമല്ല ഞങ്ങളുടെ ഡ്രൈവർ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഒരുപാട് ഫോട്ടോസൊക്കെ ഞങ്ങളുടെ എടുത്തു. പുള്ളിയുടെ ഫോണിൽ എടുത്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തന്നു. പിള്ളേരുമായിട്ടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. വസു ഓണ്ട പോണ് മറ്റേ ആടിനെ കഴിച്ചു വിട്ടിരിക്കുന്ന പോലെ അതിൻ്റെ പുറമെ തന്നെ ഒരു ആടിനെ അന്വേഷിച്ച് നടക്കണം. വാ ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോകണ്ട. അപ്പം ഇവിടെ എന്നാ മതി. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പോയിന്റും കവർ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവിടെ എയർഫോഴ്സിൻ്റെ ഓരോ ഇതൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് മറ്റേ റോഡൊക്കെ ബിൽഡ് ചെയ്തിട്ടിരുന്നതാണ്. പിന്നെ അവർ മഞ്ഞ് കാരണം അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പോകുന്നത് സ്വിഫ്റ്റ് ലൈൻ ഉണ്ടല്ലോ അവിടേക്കാണ്. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ് ഈ പൊക്കം. എനിക്കൊരു ഗ്രാവിറ്റേഷൻ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. ഭയങ്കര പേടിയാണ്. വെറും പേടിയൊന്നുമല്ല, ഫോബിയ എന്ന് തന്നെ പറയണം. അത്ര പേടിയുണ്ട് എനിക്ക്. താഴേക്ക് എനിക്ക് നോക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ ഉള്ളൊക്കെ കിടന്ന് വിറയ്ക്കും. അത്ര പേടിയുള്ള ഞാനാണ്. പക്ഷേ ഇപ്പം ഞാൻ കുറേയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ഇന്ന് വിറയ്ക്കായിരുന്നു. അപ്പം എൻ്റെ 2 മക്കളെ ആദ്യം ഞാൻ പറഞ്ഞു വിട്ടു. അവന്മാർക്ക് തുള്ളിച്ചാടി നിൽക്കായിരുന്നു. അങ്ങനെ അവന്മാരെ പറഞ്ഞു വിട്ടു. അവന്മാർ ഹാപ്പിയായി പോയി. അവന്മാർ പോകുമ്പോഴും എനിക്ക് പേടിയാണ്. പിന്നെ തിരിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു അമ്മ പോകണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു. പിന്നെ അവിടെ ഉള്ളവരെല്ലാവരും എന്നെ ഭയങ്കര പ്രഷർ ചെയ്ത്. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സിപ്പ് ലൈനിനകത്ത് കയറുന്നത്. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഫസ്റ്റ് അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ താഴോട്ടും നോക്കിയില്ല, മേളിലോട്ടും ആകാശത്തോട്ടും ഒക്കെ മാത്രമേ നോക്കിയുള്ളൂ. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. അവർ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലെല്ലാം പോണത്. സത്യം പറഞ്ഞാൽ എനിക്കാണ് പേടി. ഇത് കാണുമ്പോൾ പിടിച്ചിട്ടുണ്ടോ, അവിടെ പിടിച്ചിട്ടുണ്ടോ, ഇവിടെ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ടെൻഷൻ. എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ തിരിച്ചു വന്നിട്ട് എന്നെ ഭയങ്കര മോട്ടിവേറ്റൊക്കെ ചെയ്തു. അപ്പോൾ ശരിക്കും കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്ത ഈ ദിവസമാണ് കേട്ടോ. കുമളിയിലുണ്ടായ ദിവസമാണ്. അവർ കൊടൈക്കനാൽ ശരിക്കും അത്ര എൻജോയ് ചെയ്തില്ല. പക്ഷേ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെ കുറച്ചും കൂടെ എൻജോയ് ചെയ്തേനെ. പക്ഷേ ആൺകുട്ടികളായതുകൊണ്ട് മെമ്മാർക്ക് ഈ ജീപ്പ് സഫാരി ഇതൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. പെട്ടെന്ന് പോയി.
അങ്ങനെ നമ്മുടെ കൊടൈക്കനാൽ തേനി കുമളി ട്രിപ്പ് ഇതാ ഇവിടെ തീരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ദിവസം ശരിക്കും എൻജോയ് ചെയ്തു, പിള്ളേരും എൻജോയ് ചെയ്തു. നിങ്ങൾക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.